Hello students, welcome to GST Part 19. GST registration. GST registration is a process by which a taxpayer gets himself registered under GST. Once a business is successfully registered, a unique registration number is assigned to them, known as Goods and Service Tax Identification Number. It is a 15-digit alphanumeric number issued based on PAN number of the taxpayer. ഒരു ടാക്സ് പെയർ ജി എസ് ടിയിൽ രജിസ്റ്റേർഡ് ആവുന്നതിനെയാണ് നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഒരു ടാക്സ് പെയർ ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന പ്രോസസ്സാണിത്. ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഒരു ടാക്സ് പെയർക്ക് ഒരു യുണീക്ക് നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ കിട്ടുന്നതാണ്. അതിനെ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അഥവാ GSTIN എന്ന് പറയുന്നു. ഇതൊരു 15-ഡിജിറ്റ് ആൽഫാ ന്യൂമറിക് നമ്പറാണ്. ടാക്സ് പെയറുടെ പാൻ നമ്പറെ ബേസ് ചെയ്തുകൊണ്ടാണ് GSTIN നമ്പർ വരുന്നത്. Advantages of registration. A registered person is considered as legally recognized supplier of goods or services. GST രജിസ്ട്രേഷൻ എടുത്ത ഒരു രജിസ്റ്റേർഡ് പേഴ്സണെ ലീഗലി റെക്കഗ്നൈസ്ഡ് സപ്ലയർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. He is legally authorized to collect tax from customers and pass on the credit of taxes paid on goods or services supplied to the recipients. GST രജിസ്ട്രേഷൻ എടുത്ത ടാക്സ് പെയർക്ക് കസ്റ്റമേഴ്സിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ഈ സപ്ലയർ വിൽക്കുന്ന എല്ലാ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മേലുള്ള ടാക്സ് ക്രെഡിറ്റ് റെസിപ്പിയൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. GST രജിസ്ട്രേഷനുള്ള ഒരാളിൽ നിന്ന് പർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പർച്ചേസ് ചെയ്യുന്ന രജിസ്റ്റേർഡ് പേഴ്സണ് പറ്റുള്ളൂ. He can claim input tax credit of taxes paid and can utilize the same for payment of taxes due on supply of goods or services. ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് അയാൾ പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ടാക്സ്, അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അത് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സെയിൽ നടത്തുമ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത്, ഗവൺമെൻറ്റിന് ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് സെയിൽ നടത്തിയപ്പോൾ കളക്ട് ചെയ്ത ടാക്സിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ പേ ചെയ്ത ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ടാണ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. സീംലെസ് ഫ്ലോ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫ്രം സപ്ലയേഴ്സ് ടു റെസിപ്പിയൻ അറ്റ് ദ നാഷണൽ ലെവൽ. GSTയിൽ രജിസ്ട്രേഷനുള്ള ഒരു സപ്ലയർക്ക് മാത്രമേ തൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന റെസിപ്പിയൻസിന് ടാക്സ് ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. GSTയിൽ എല്ലാ ഡീലേഴ്സും രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ സീംലെസ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ് എന്നുള്ള ഒരു വലിയ ആശയമാണ് നടപ്പാക്കുന്നത്. അതേസമയം എല്ലാവരും GST രജിസ്ട്രേഷൻ എടുക്കുന്നില്ല. കുറച്ച് ആൾക്കാർ GST കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ആ ഒരു ചെയിന് ഇടയ്ക്ക് വെച്ച് ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്.
Person liable for registration. Every person having aggregate turnover in the preceding financial year exceeds prescribed limit. ആരൊക്കെയാണ് ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ലയബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. CGST ആക്ട് സെക്ഷൻ 22 പേഴ്സൺ ലയബിൾ ഫോർ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത്. സപ്ലയറുടെ ആഗ്രിഗേറ്റ് ടേൺ ഓവർ തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിൽ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എന്താണ് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് എന്നാണ് ഇനി പറയുന്നത്. നോർമൽ കാറ്റഗറി സ്റ്റേറ്റിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ് പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ 40 ലാഖിൽ കൂടുതൽ ആഗ്രിഗേറ്റ് ടേൺ ഓവർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കണം. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിലുള്ള സപ്ലയേഴ്സ് ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ആണെങ്കിൽ 20 ലാഖിൽ കൂടുതൽ ആഗ്രിഗേറ്റ് ടേൺ ഓവർ തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിൽ വന്നിട്ടുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. സപ്ലയർ ഓഫ് സർവീസസ് ഓർ ഗുഡ്സ് ആൻഡ് സർവീസസ്, സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞത് ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ സർവീസ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരും ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്യുന്ന ആൾക്കാരും നോർമൽ കാറ്റഗറി സ്റ്റേറ്റിലാണെങ്കിൽ 20 ലാഖിൽ കൂടുതൽ ആഗ്രിഗേറ്റ് ടേൺ ഓവർ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കണം. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിലുള്ള സപ്ലയേഴ്സ് ആണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗുഡ്സും സർവീസും പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ സപ്ലയേഴ്സ് പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ 10 ലാഖിൽ കൂടുതൽ ആഗ്രിഗേറ്റ് ടേൺ ഓവർ വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. Every person who is registered under an earlier law, that is excise, VAT, service tax. GST വരുന്നതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന ടാക്സ് ലോസ് അനുസരിച്ചുകൊണ്ട് എക്സൈസ്, വാറ്റ്, സർവീസ് ടാക്സ് ഇങ്ങനെ ഏതെങ്കിലും ടാക്സ് ലോയിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ആളാണെങ്കിൽ, ഏതെങ്കിലും ടാക്സ് ലോ അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരുന്ന ആളാണെങ്കിൽ അയാൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. GST വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ടാക്സ് ലോയിൽ, ഏതെങ്കിലും ഒരു ടാക്സ് ലോയിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആളായിരുന്നെങ്കിൽ അയാൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എ ബിസിനസ് വിച്ച് ഈസ് രജിസ്റ്റേർഡ് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ടു someone, the transferee or successor shall be liable to be registered with effect from the date of transfer. ഒരു ബിസിനസ് ഓൾറെഡി GSTയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ ബിസിനസ് ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യുന്നത് സക്സസർക്കോ മറ്റാർക്കെങ്കിലുമോ ആകാം. എന്നാണ് ട്രാൻസ്ഫർ നടക്കുന്നത് ആ ഡേറ്റ് തുടങ്ങി ആ ബിസിനസ് സ്വയം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം ട്രാൻസ്ഫറിക്ക് അഥവാ സക്സസർക്ക് ഉണ്ട്. Transfer due to amalgamation or demerger of 2 or more companies with the order of High Court or a tribunal, the transferee shall be liable to be registered with effect from the date of issue of certificate of incorporation by the registrar of companies. ഒരു ബിസിനസ് സ്ഥാപനം മറ്റ് ഒരു സ്ഥാപനവുമായിട്ട് അമാൽഗമേഷൻ നടക്കുക, അതുപോലെ തന്നെ ഡീമർജർ ചെയ്യുക, അതൊരു ഹൈക്കോർട്ടിൻ്റെയോ ട്രിബ്യൂണലിൻ്റെയോ ഓർഡറിനനുസരിച്ചാണെങ്കിൽ
ഈ അമാൽഗമേഷൻ അല്ലെങ്കിൽ ഡീമർജറിന് ശേഷം ഈ പുതിയ ബിസിനസ് സ്ഥാപനത്തിന്റെ പേരിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇഷ്യൂ ചെയ്യും. അങ്ങനെ എന്നാണോ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇഷ്യൂ ചെയ്തത്, ആ ഡേറ്റ് തുടങ്ങി പുതിയ എൻറ്റിറ്റി GST രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിളാണ്. പുതിയ എൻറ്റിറ്റിയുടെ പേരിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ പറയുന്ന ഡേറ്റ് അനുസരിച്ച് അന്നു മുതൽ GST രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ലയബിളാണ്. സെക്ഷൻ 24 കമ്പൽസറി രജിസ്ട്രേഷൻ. ഇവിടെ കമ്പൽസറി രജിസ്ട്രേഷൻ എന്നുദ്ദേശിക്കുന്നത് ടേൺ ഓവർ, ആഗ്രിഗേറ്റ് ടേൺ ഓവർ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് എക്സീഡ് ചെയ്തില്ല എങ്കിൽ പോലും GSTയിൽ ആരൊക്കെയാണ് നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നാണ്. നമ്മൾ മുമ്പ് പറഞ്ഞത് സെക്ഷൻ 22 പേഴ്സൺ ലയബിൾ ഫോർ രജിസ്ട്രേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ നമ്മൾ ആഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ ബേസിലാണ് ആരൊക്കെയാണ് GST രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞത്. ഏർലിയർ ലോ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളുടെ കാര്യവും പറഞ്ഞു. ഏർലിയർ ലോ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളും അവിടെ ആ ടാക്സ് ലോ അനുസരിച്ച് ആഗ്രിഗേറ്റ് ടേൺ ഓവർ അല്ലെങ്കിൽ ടേൺ ഓവർ ബേസ് ചെയ്താണ് രജിസ്ട്രേഷൻ എടുത്തത്. എന്നാൽ ഇവിടെ സെക്ഷൻ 24 പേഴ്സൺ ലയബിൾ ടു രജിസ്റ്റർ അണ്ടർ GST ഇറസ്പെക്റ്റീവ് ഓഫ് ടേൺ ഓവർ ആണ്. ഫസ്റ്റ് വൺ, എ പേഴ്സൺ മേക്കിംഗ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും GSTയിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. രണ്ട്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ഒരു പെർമനന്റ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാത്ത ആൾക്കാർ ഓരോ ദിവസവും ഓരോ സ്ഥലത്തായിരിക്കാം ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. നെക്സ്റ്റ്, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. ഇന്ത്യയിൽ റെസിഡന്റ് അല്ലാത്ത ആള്, നോൺ റെസിഡന്റ് ആയിട്ടുള്ള ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ നിർബന്ധമായിട്ടും GSTയിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഏജന്റ്സ് ഓഫ് എ സപ്ലയർ, സപ്ലയറിന്റെ ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആളുകളും GSTയിൽ കമ്പൽസറി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. റിവേഴ്സ് ചാർജ് മെക്കാനിസം അനുസരിച്ച് ടാക്സ് അടയ്ക്കാനായിട്ട് ലയബിൾ ആയിട്ടുള്ള ആളുകൾ ടേൺ ഓവർ കുറവാണെങ്കിലും GSTയിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എല്ലാ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറും GSTയിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എവരി ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ, എല്ലാ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സും GSTയിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പേഴ്സൺ സപ്ലൈസ് ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ വഴിയായിട്ട് ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സും GSTയിൽ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പേഴ്സൺ റിക്വയർഡ് ടു ഡിഡക്ട് ടാക്സ് അണ്ടർ സെക്ഷൻ 51. TDS കട്ട് ചെയ്യാനായിട്ട് ലയബിൾ ആയിട്ടുള്ള എല്ലാ പേഴ്സൺസും GSTയിൽ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പേഴ്സൺ സപ്ലൈയിങ് ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റാബേസ് ആക്സസ് ഓർ റിട്രൈവൽ സർവീസസ് ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ടു എ പേഴ്സൺ ഇൻ ഇന്ത്യ അതർ ദാൻ എ രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ. ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റാബേസ് ആക്സസ് ഓർ റിട്രൈവൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പേഴ്സൺ
സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ്, ഇന്ത്യക്കുള്ളിൽ നിന്നല്ല, ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ്. പക്ഷേ സർവീസ് റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഉള്ള ആളുകളാണ്. ഇന്ത്യയിലുള്ള GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളുകളാണ് സർവീസ് റിസീവ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റാബേസ് ആക്സസ് ഓർ റിട്രൈവൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പേഴ്സൺസും GSTയിൽ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. Any other person or class of person as may be notified by the central government on the recommendation of GST Council. GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് ഓഫ് പേഴ്സണോ ഒക്കെ GST രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ലയബിളാണ്. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് പേഴ്സൺ GSTയിൽ നിർബന്ധമായും രജിസ്ട്രേഷൻ എടുക്കണമെന്ന് GST കൗൺസിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ വഴിയായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് നോട്ടിഫിക്കേഷനിലൂടെ അത് നടപ്പാക്കാനായിട്ട് സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.